Hi friends, I am Rincy Johnson. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്സ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഇത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ചിക്കൻ ബോൾ എന്ന് പറയും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി സ്പൈസി ഒന്നുമില്ല, അത് അധികം എരിവില്ല, അധികം മസാലയില്ല. എന്നാൽ ഒരു കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീലോട് കൂടി അവർക്കത് കഴിക്കാൻ പറ്റും. നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. ഈ ബോൺലെസ് ചിക്കൻ എല്ലൊന്നും ഇല്ലാതെ നമ്മൾ എടുത്തിട്ട് അത് ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്ത കേട്ടോ. ഒന്ന് അരച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, ഒന്ന് എന്താ പറയുക, ഒന്ന് അരച്ച് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കുരുമുളക് പൊടി ആവശ്യമുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് എരിവിൻ്റെ ആവശ്യത്തിന് മാത്രം മതിയാവും. അതുപോലെ ഒരു മുട്ട ആവശ്യമുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ് വേണം, കുറച്ച് ഗരം മസാല വേണം. ഇതിൽ നമുക്ക് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, നമുക്കിത് വറുത്തെടുക്കണമല്ലോ, വറുത്തെടുക്കാനുള്ള എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിക്കുന്നത് എന്തെങ്കിലും ബേക്കറി സാധനങ്ങളോ അല്ല ബിസ്ക്കറ്റോ ഒക്കെ കൊടുത്തിട്ടാണ് ചായക്ക് കടിയായിട്ട് നമ്മൾ കൊടുക്കുക. എന്നാൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്തമായ രുചിയായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് സ്വന്തം ഉണ്ടാക്കാൻ നമ്മൾ അവരെ ഒന്ന് പരിശീലിപ്പിക്കുകയും കൂടെ ചെയ്യുക. ഇനി അവധിക്കാലമൊക്കെ വരുമ്പോഴത്തേനും ഇതൊക്കെ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താലും മക്കൾ ഉണ്ടാക്കിക്കോളും. അവർക്കതൊക്കെ ഒരു ആവേശമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും മക്കൾക്ക് ഉണ്ടാക്കാൻ പരിശീലിപ്പിക്കുകയും അവർക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇതിനകത്ത് ഞാൻ ഈ ബൗളിലേക്ക് തന്നെ ഞാൻ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ പൗഡർ എരിവിനനുസരിച്ച് മതി കേട്ടോ. ഒരു അര സ്പൂൺ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഉപ്പ് നമുക്ക് പാകത്തിനിടാം, വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ബ്രെഡിൻ്റെ പൊടിയാണ്. ഇനി നമുക്ക് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവം പോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ പരുവം പോലെ നമ്മളിത് കുഴയ്ക്കണം. ഇപ്പം ഇതിലേക്ക് കുറച്ചും കൂടെ ബ്രെഡ് പൊടിയുടെ ആവശ്യമുണ്ട്. ഇത് ടൈറ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാൻ. ഞാൻ കുറച്ചും കൂടെ ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് മുഴുവൻ വേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ച് ഇങ്ങനെ എടുക്കാൻ. നമുക്ക് ഉരുളയാക്കാനുള്ളതാണ്. ബോൾ ആക്കുമ്പോഴത്തേനും നമുക്ക് ആ ബോൾ കിട്ടണമല്ലോ, നമ്മുടെ കയ്യിൽ ടൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം ബോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണിത്. ഈ സമയത്താണ് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കേണ്ടത് കേട്ടോ. ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. കുറച്ചും കൂടെ ഉപ്പും ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ ആവശ്യമുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് ചേർക്കട്ടെ. നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കണം. അത് നമുക്ക് ബോളാക്കി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ ആവാം, ലേശം ഗരം മസാല, എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ വലിയ മോളായതുകൊണ്ട് അവൾക്ക് ഒരു ലേശം കുരുമുളക് പൊടി ആയാലും കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതിനനുസരിച്ച് പെപ്പർ പൗഡറൊക്കെ ചേർത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോളാക്കാം. കുറേശ്ശെ മാവ് എടുത്തിട്ട് ഈ ഒരു ചെറിയ നെല്ലിക്ക പരുവത്തിൽ ഉണ്ടോ, ഈ പരുവത്തിൽ നമുക്ക് ബോളാക്കി എടുക്കാം. ഇതിപ്പോൾ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ഉരുട്ടാം കേട്ടോ. ഞാനിപ്പോൾ ബോളാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയോ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ബോളാക്കിയത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ബോളായതുകൊണ്ട് അവർക്കതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ബർഗർ ബണ്ണിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് പൊരിച്ച് കൊടുക്കാനാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി കൂടെ വലിപ്പത്തിലെടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു വലിപ്പം പോലെ എടുത്തിട്ട് ഇത്രയും ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പരത്തിയൊക്കെ നമുക്ക് ഇത്രയും തന്നെ വേണ്ട, ഇതിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ ബോളാക്കി ഇങ്ങനെ പരത്തിയിട്ടേ ഇങ്ങനെ ആക്കിയും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ബർഗറിൻ്റെ ബണ്ണോ ബ്രെഡിനകത്തോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പൊരിച്ചും അവർക്ക് കൊടുക്കാം. അവർക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം. ഇതിപ്പം ഞാൻ ഇങ്ങനെ ബോളാക്കിയത് പിള്ളേർക്കൊക്കെ ഇഷ്ടം സോസ് കൂട്ടി കഴിക്കാനായിരിക്കും. ഇങ്ങനെ ഒരു ബോളാണെങ്കിൽ സോസ് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബോൾ ഷേപ്പിലാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങളാക്കുക കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ടേസ്റ്റിയുമാണ്. എന്നാൽ വേറെ ഒന്നുമില്ല ഇതിനകത്ത്, വലിയ പണിയൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. ഒരു വെറൈറ്റി ആയിരിക്കും, മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അധികം എരിവുമില്ല, വലിയ കഴിക്കാനും ബുദ്ധിമുട്ടില്ല. പിന്നെ സോസൊക്കെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ബോളെല്ലാം ഉരുട്ടി തീരാറായി കണ്ടോ. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഇതിപ്പോൾ ഞാൻ ഒരു 5 കഷ്ണം ബ്രെഡ് പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 200-250 ഗ്രാം ബോൺലെസ് ചിക്കനും എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഷേപ്പ് ഏത് വേണേലും എടുക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവുണ്ടാകും കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി വലിയ ഈ നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. ഏത് ഷേപ്പിലെടുത്താലും അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ബോൾസ് എല്ലാം റെഡിയായി. ഇനി നമ്മൾ അടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിത് വറുത്തെടുക്കുക. ബ്രൗൺ കളറിലാകുന്നവരെ നമ്മൾ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഒരു ചട്ടി വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിക്കുകയും വേണം. സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പേ വയ്ക്കാം. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മക്കൾ വരുന്നെന്ന് കാണുമ്പോൾ, അതായത് ഒരു 4 മണിക്ക് വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 3-3:30 ആകുമ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാൽ മതി. അത്ര വേഗം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോസൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നിങ്ങൾ സോസൊക്കെ വീട്ടിലുണ്ടാക്കുക. തക്കാളിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരുന്ന സമയത്ത്, വില കുറവുള്ള സമയത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് സോസാക്കി വെക്കുക. പച്ചമുളകാണെങ്കിലും നമുക്ക് ചില്ലി സോസ് ആക്കി വെക്കാം. അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിനെ ഏത് പരുവത്തിലാക്കി, നമുക്കറിയത്തില്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും സോസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കുക. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി, ഞാൻ എണ്ണ ഒഴിച്ചു. ഇനി നമ്മുടെ എണ്ണയൊന്ന് നല്ലപോലെ ചൂടാവട്ടെ. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ബോൾസ് ഒക്കെ എണ്ണയിൽ കിടക്കുകയാണ്. ഇട്ടാൽ ഉടനെ നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. ഇപ്പം നമുക്ക് ഇനി ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് തിരിച്ചു മറിച്ച് ഇടാനും. അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് ആയിക്കോട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട്, എന്നാലും എല്ലാ ബോൾസും ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണിത്. വളരെ ഈസി ആയിട്ട്. അതുപോലെയുള്ള ചെറിയ ചെറിയ സ്നാക്സുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ഇതുപോലെ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കട്ട്ലേറ്റിൻ്റെ ആ ഒരു സംഭവമൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾ പോലെ ആക്കിയാലോ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അല്ലാതെ ഇത് ഞാൻ വേറെ എവിടെ ആരും ഉണ്ടാക്കി കണ്ടതല്ല. ഇത് ഞാൻ സ്വന്തം തന്നെ ഒന്ന്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ട്, ബ്രെഡ് പൊടിയുണ്ട്, പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അത് നമ്മൾ പച്ചയ്ക്ക് തന്നെ ഒന്നും ഇതാകാതെ പച്ചയ്ക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ബോയിൽ ചെയ്തിട്ടാണല്ലോ കട്ട്ലേറ്റിലൊക്കെ എടുക്കുക. ഇത് നമ്മൾ ആ പച്ചയ്ക്ക് തന്നെ ഒന്ന് കുഴച്ച് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കി നോക്കുക എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ഇത് നന്നായിട്ട് വേകുകയും ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാത്തത് കൊണ്ട് നമ്മൾ ആ നാച്ചുറലായിട്ട് നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും ബാക്കിയുള്ള എല്ലാ ടേസ്റ്റും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ ബോൾസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പ്ലേറ്റിനകത്ത് ഇതാ നമ്മളുടെ ഇത് കണ്ടോ, ഫൈബറിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് അത് നിങ്ങൾക്കറിയാമല്ലോ, പ്ലാസ്റ്റിക് ചൂടുള്ള ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഞാനൊരു വാഴയിലേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് എടുത്ത് വെക്കാം. കണ്ടോ, ബോൾസിന് നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടിയത്. നമ്മുടെ ബോൾസ് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ സോസ് കൂട്ടി കൊടുക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം അല്ലേ. ഞാൻ കുറച്ച് സോസൊക്കെ ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോള് വിത്ത് സോസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ ബോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അത് വെറുതെ ഉണ്ടാക്കിയാൽ പോരാ, നിങ്ങളുടെ മക്കളെ ഇത് ഉണ്ടാക്കി പഠിപ്പിക്കുകയും വേണം. 2 മാസം പാചകത്തിലൊക്കെ അവരും ഒന്ന് നോക്കട്ടെ. സ്കൂളുള്ളപ്പോൾ നമ്മൾ പറയാറുണ്ട് അടുക്കളയിലോട്ട് വരികയേ വേണ്ട, പഠിക്കുന്നു. പക്ഷേ വെക്കേഷനാണ്, മക്കളെല്ലാവരും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കട്ടെ, അവരുടെ കൂട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ വീട്ടിലൊക്കെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേനും അവർ തന്നെ ഉണ്ടാക്കി അവർ കൊടുക്കുമ്പോൾ അതിനൊരു സുഖമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരും ഇത് പരീക്ഷിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.